ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എറേഴ്സ് ഇൻ ലീനിയർ മെഷർമെൻറ്റ്സ് അഥവാ ചെയിനിങ് അതിലുണ്ടാകുന്ന എറേഴ്സിൻ്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് സർവേയിങ്ങിൻ്റെ 14ാമത്തെ ക്ലാസ്സാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കണുകളിലും പ്രസ് ചെയ്യുക. 3 ഇമ്പോർട്ടൻറ്റ് എറേഴ്സാണ് ചെയിനിങ്ങിൽ ഉണ്ടാവുക. ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ പേഴ്സണൽ എറർ. അത് നമ്മൾ ചെയിനിങ് ചെയ്യുന്ന സമയത്ത് റീഡിങ് എടുക്കുന്ന തെറ്റുമ്പോൾ ഉണ്ടാകുന്ന എററാണ് പേഴ്സണൽ എറേഴ്സ് എന്ന് പറയുക. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സിലെ എറർ, മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന എററാണ് ഇൻസ്ട്രുമെൻറ്റൽ എറർ. പിന്നെ ഉണ്ടാകുന്നതാണ് നാച്ചുറൽ എറർ. നാച്ചുറൽ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കാരണം, ടെമ്പറേച്ചർ കാരണം ഒക്കെ ഉണ്ടാകുന്ന എററിനെയാണ്. ടെമ്പറേച്ചർ കാരണം എക്സ്പാൻഡ് ചെയ്യുന്നു, അതൊക്കെയാണ് നാച്ചുറൽ എററിൽ വരുന്നത്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻസ്ട്രുമെൻറ്റൽ എറർ. നമ്മൾ മാനുഫാക്ചറിങ്ങിൻ്റെ ടൈമിൽ ആ മെറ്റീരിയൽ നേരെ അലൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ആ ചെയിനുകൾ നേരെ അതിൻ്റെ ലിങ്കിന് എക്സ്പാൻഷൻ വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് നേരെ അല്ല ഹോൾഡ് ചെയ്തേക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഇൻസ്ട്രുമെൻറ്റൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്നതാണ് ഇൻസ്ട്രുമെൻറ്റൽ എറർ. നെക്സ്റ്റ് വരുന്ന നാച്ചുറൽ എററാണ്. ടെമ്പറേച്ചർ കാരണം നാച്ചുറൽ എറർ വരാറുണ്ട്. കാരണം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തുള്ള ചെയിൻ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മളത് ഫീൽഡിൽ കൊണ്ടുവന്നിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കണ്ടീഷൻസ് വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന എററിനെയാണ് നാച്ചുറൽ എറേഴ്സ് എന്ന് പറയാം. നാച്ചുറൽ ഫാക്ടേഴ്സ് കാരണം ടെമ്പറേച്ചർ ഉണ്ടാവാം, എലോങ്ങേഷൻ ഡ്യൂ ടു ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ടെൻഷൻ കൊടുക്കുമ്പോൾ ലോങ്ങേറ്റ് ചെയ്യാം, ഇതല്ലെങ്കിൽ സാഗ് ചെയ്ത് പോവാം, എക്സ്പാൻഷനൊക്കെ വന്നിട്ട് ആക്ച്വൽ ലെങ്തിനെക്കാട്ടിലും കുറച്ചും കൂടെ സാഗിങ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ടാവാം. അതെല്ലാമാണ് നാച്ചുറൽ എറർ കാരണം ഉണ്ടാവാം. നെക്സ്റ്റ് നമുക്ക് പേഴ്സണൽ എറർ. പേഴ്സണൽ എറർ എന്ന് പറഞ്ഞാൽ പൂവറായിട്ട് അലൈൻ ചെയ്യുവാണ് ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ ടേപ്പിൻ്റെ കേസ് പറയുന്നത് ഹൊറിസോണ്ടൽ അല്ല, പ്ലംബിങ് കറക്റ്റായിട്ട് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആ റീഡിങ് എടുത്തത് കറക്റ്റ് ആയില്ല, അതെല്ലാം പേഴ്സണൽ എററിൽ വരുന്നതാണ്. ഇനി വേറെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്റീവ് എറർ, ക്യുമുലേറ്റീവ് എറർ, ഇങ്ങനെയും നമുക്ക് എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. കോമ്പൻസേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എറേഴ്സ് ദോസ് വിച്ച് ആർ ലയബിൾ ടു ഒക്കർ ഇൻ എയ്തർ ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലും എറർ സംഭവിച്ച് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് അതിൻ്റെ ആ എഫക്റ്റ് നള്ളിഫൈ ആയി പോകും ചിലപ്പോൾ. അപ്പോൾ അത് വലുതായിട്ടൊന്നും നമ്മുടെ ചെയിനിങ് പറഞ്ഞ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് രണ്ട് ഡയറക്ഷനിലും പോസിറ്റീവ് എറർ ഉണ്ടെങ്കിൽ നെഗറ്റീവ് എറർ, അടുത്ത റീഡിങ്ങിൽ നെഗറ്റീവ് എറർ വരും. അങ്ങനെ രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്ന എററിനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വലുതായിട്ട് എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിലായിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, ക്യുമുലേറ്റീവ് എറർ. ക്യുമുലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷനിലായിരിക്കും ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ അത് ആഡപ്പ് ചെയ്യുകയോ അക്യുമുലേറ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആ വർക്ക് കഴിയുമ്പോഴേക്കും ആ റീഡിങ്ങിൻ്റെ എറർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ എററായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് വരും. ഓക്കെ, ടോട്ടൽ എറർ. പോസിറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ചെയിനിൽ ഒരു ലെങ്ത്ത് 10 മീറ്റർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആയിരുന്നു നമുക്ക് കിട്ടേണ്ടിയുണ്ട്, പക്ഷേ അതിന് പകരം നമുക്ക് കിട്ടിയത് 10.3 മീറ്റർ ആണെങ്കിൽ അത് പോസിറ്റീവ് എററാണ്. കിട്ടേണ്ട ലെങ്ത്തിനെക്കാട്ടിലും ആക്ച്വൽ ലെങ്ത്തിനെക്കാട്ടിലും വലിയ ലെങ്ത്താണ് കിട്ടിയത്, അപ്പോൾ അത് പോസിറ്റീവ് എറർ. നെഗറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെക്കാട്ടിലും ചെറിയ ലെങ്ത്താണ് നമുക്ക് കിട്ടിയത്. അപ്പം 10 മീറ്ററിന് പകരം 9.8 മീറ്ററാണ് കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് എററാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കുറേ കറക്ഷൻസ് അപ്ലൈ ചെയ്യും ഈ എറേഴ്സിനൊക്കെ. നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കാരണം എറർ ഉണ്ടാവുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എറർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എററിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കുറേ ഫാക്ടേഴ്സ് വെച്ച് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ അബ്സല്യൂട്ട് ലെങ്ത്തിൻ്റെ കറക്ഷന് ഒരു പെർട്ടിക്കുലർ എമ്പരിക്കൽ ഫോർമുലയുണ്ട്, അത് അപ്ലൈ ചെയ്ത് നമ്മൾ ലെങ്ത്തിലുണ്ടാവുന്ന എറർ നമ്മൾ കറക്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ടെമ്പറേച്ചറിൻ്റെ എന്ന് പറഞ്ഞാൽ ചെയിൻ എക്സ്പാൻഡ് ചെയ്യും. മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഒരു ടെമ്പറേച്ചർ, പുറത്ത് നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം ഒരു കറക്ഷൻ ഉണ്ടാവും, ഒരു എറർ ഉണ്ടാവും. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ഉണ്ട്.
പിന്നീട് വരുന്നതാണ് കറക്ഷൻ ഫോർ പുൾ ഓർ ടെൻഷൻ. അതായത് നമ്മൾ ചെയിനിങ് ചെയ്യുമ്പോൾ രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ പുൾ ചെയ്ത് ടെൻഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഒരു പുള്ള് ഒരു ടെൻഷൻ അപ്ലൈഡ് ആയിരിക്കും. അതേസമയം സ്റ്റാൻഡേർഡ് കേസിൽ പിന്നെ നമ്മൾ ഫീൽഡിൽ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ടെൻഷൻ വേറെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ എറർ സംഭവിക്കും. അതിനെ കറക്റ്റ് ചെയ്യാൻ കറക്ഷൻ ഫോർ പുൾ ഓർ ടെൻഷൻ. പിന്നെയുള്ളത് സാഗിങ്ങിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ചെറിയൊരു സാഗിങ് അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്ഷൻ അതെപ്പോഴും നെഗറ്റീവായിരിക്കും നോക്കുക. കറക്ഷൻ ഫോർ സ്ലോപ്പ് ഉണ്ട്. നമ്മൾ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ആണെന്നത് കറക്ഷൻ ഫോർ സ്ലോപ്പ് അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അത് എപ്പോഴും നെഗറ്റീവ് കറക്ഷൻ ആയിരിക്കും ഓർക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നത് കറക്ഷൻ ഫോർ അബ്സല്യൂട്ട് ലെങ്ത് ആണ്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മളെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രൂ ലെങ്ത്ത്. ഇപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. ആ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തത് ഒരു റോങ് ചെയിൻ വെച്ചിട്ടായിരുന്നു. 30 മീറ്ററിൻ്റെ ചെയിൻ എന്ന് ഉദ്ദേശിച്ച് നമ്മളെടുത്ത ചെയിനിൻ്റെ ലെങ്ത്ത് 30 മീറ്റർ അല്ല, ഒരു 29.8 മീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ ആ ഡിസ്റ്റൻസും എന്തായിരിക്കും, നമുക്ക് തെറ്റായിട്ടായിരിക്കും കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ തെറ്റായിട്ട് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കറക്ഷൻ അപ്ലൈ ചെയ്ത് ആ ട്രൂ ലെങ്ത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു L'/L ഇൻറ്റു മെഷേർഡ് ലെങ്ത്. മെഷേർഡ് ലെങ്ത് എന്താണെന്ന് നമുക്കറിയാം. തെറ്റായിട്ട് കിട്ടിയ ആൻസർ നമ്മൾ മെഷർ ചെയ്ത തെറ്റായിട്ടുള്ള ആ ചെയിൻ വെച്ച് മെഷർ ചെയ്ത് കിട്ടിയ ലെങ്ത്താണ് മെഷേർഡ് ലെങ്ത്. ഇനി L' എന്ന് പറയുന്നത് ആ ചെയിനിൻ്റെ ഇൻകറക്റ്റ് ലെങ്ത്ത്. 30 മീറ്റർ ചെയിൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ചെയിനിൻ്റെ ആക്ച്വൽ ലെങ്ത്ത്. ഇപ്പോൾ 30 മീറ്റർ ചെയിൻ ആണെന്ന് നമ്മൾ ഉദ്ദേശിച്ചെടുത്തതിന് 29.8 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ L' ഉദ്ദേശിക്കുന്നത് 29.8 ആയിരിക്കും. ഓക്കെ, L എന്ന് പറഞ്ഞാൽ ആ ട്രൂ ലെങ്ത്ത്. 30 മീറ്ററിൻ്റെ ചെയിൻ ആണെങ്കിൽ 30 മീറ്റർ എന്ന് പറയുന്നതാണ് L. പിന്നെ മെഷേർഡ് ലെങ്ത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ ട്രൂ ലെങ്ത്ത് കിട്ടും. ഓക്കെ, ഇതാണ് കറക്ഷൻ ഫോർ അബ്സല്യൂട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ. അതായത് നമ്മൾ ചെയിൻ മാനുഫാക്ചർ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ TM ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ ചെയിൻ വെച്ച് ഫീൽഡിൽ മെഷർമെൻറ്റ് എടുത്തപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ the temperature at which the tape was standardized to degrees centigrade. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ T0. അതായത് ചെയിൻ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ T0. ഇനി അത് വെച്ചിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുത്ത സമയത്ത് ടെമ്പറേച്ചർ ഡ്യൂറിങ് മെഷർമെൻറ്റ് ഇൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ് അത് സപ്പോസ് TM ആണ്. ഓക്കെ, അത് TM ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്ഷൻ വരുന്നത്, കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ട കറക്ഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു TM മൈനസ് T0 ഇൻറ്റു L എന്നുള്ളതാണ്. ഇത് ആൽഫ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു TM എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റിൻ്റെ സമയത്തുള്ള ടെമ്പറേച്ചർ, T0 എന്ന് പറഞ്ഞാൽ ചെയിൻ സ്റ്റാൻഡർഡൈസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ ഇൻറ്റു L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത് ഓഫ് ചെയിൻ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ കിട്ടും. നെക്സ്റ്റ് കറക്ഷൻ ഫോർ പുൾ ഓർ ടെൻഷൻ. If the pull applied to the tape in the field is different from the standardization pull, the pull correction is to be applied. നമ്മൾ ചെയിൻ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന അത് സ്റ്റാൻഡർഡൈസ് ചെയ്തേക്കുന്ന പുള്ളെന്ന് പറയുന്നത് നമ്മൾ ഫീൽഡിൽ യൂസ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന പുള്ളെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്ഷൻ ഫോർ പുൾ ഓർ ടെൻഷൻ വരും. അതെന്ന് പറഞ്ഞാൽ P മൈനസ് P0 ഇൻറ്റു L/AE ആണ് അതിൻ്റെ ആൻസർ വരാം. ഇത് P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻറ്റിൻ്റെ സമയത്തുള്ള പുള്ള്, P0 എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിൻ്റെ സമയത്തുള്ള സ്റ്റാൻഡേർഡ് പുള്ള്, പിന്നെ A എന്ന് പറഞ്ഞാൽ ആ ടേപ്പിൻ്റെ അല്ലെങ്കിൽ ആ ചെയിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്, പിന്നെ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ മെഷേർഡ് ലൈൻ, ആൻഡ് E എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ടേപ്പ്. ഓക്കെ, ഇവിടെ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മെഷേർഡ് ലൈൻ അല്ല,
മീൻസ് ആ ടേപ്പിൻ്റെ ടേപ്പ് അല്ലെങ്കിൽ ചെയിൻ 30 മീറ്റർ ചെയിൻ ആണെങ്കിൽ 30 മീറ്റർ എന്ന് പറയുന്നതാണ് എൽ എന്ന് പറഞ്ഞ് വരിക. ഓക്കെ, അപ്പോൾ സി പി കറക്ഷൻ ഫോർ പുൾ ഓർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പി മൈനസ് P0 ഇൻറ്റു എൽ ബൈ എ ഇ എന്നാണ് ഉത്തരം വരിക. നെക്സ്റ്റ് നമുക്ക് നോക്കാം കറക്ഷൻ ഫോർ സാഗ്. ടേപ്പ് നമ്മൾ രണ്ട് സപ്പോർട്ട്സിൻ്റെ ഇടയ്ക്ക് ഹാങ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അതിൻ്റെ തന്നെ വെയിറ്റ് കൊണ്ട് അതിന് ഒരു സാഗിങ് ഉണ്ടാകുന്നത്. അപ്പം അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതെന്ന് പറയുമ്പം L by 24 ഇൻറ്റു W by P ദ ഹോൾ സ്ക്വയർ. അതിൽ W എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ടേപ്പാണ്. L എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ് ആണ്. P എന്ന് പറഞ്ഞാൽ ആ പുൾ അപ്ലൈഡ് ഡ്യൂറിങ് മെഷർമെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എൽ എന്ന് പറഞ്ഞാൽ ആ സപ്പോർട്ട്സിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ലെങ്ത്തിനെ വിളിക്കുന്ന പേര്, ലെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എൽ. ഓക്കെ, അപ്പോൾ കറക്ഷൻ ഡ്യൂ ടു സാഗ് എന്ന് പറഞ്ഞാൽ L by 24 ഇൻറ്റു W by P ദ ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് കറക്ഷൻ ഫോർ സ്ലോപ്പ് നോക്കാം. അതായത് ഒരു സ്ലോപ്പ് ഉണ്ട്, അതിൻ്റെ ആ ആക്ച്വൽ ലെങ്ത്ത് L ആണ്, അതിൻ്റെ ഹൈറ്റ് H ആണ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഹൈറ്റ് H ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് AC കിട്ടും. ഓക്കെ, ഇവിടുത്തെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ H ആണ്. ഡിഫറൻസ് ഇൻ റെഡ്യൂസ് ലെവൽസ് ഓഫ് A ആൻഡ് B എന്ന് പറയുന്നത് എന്താണ്? എയുടെയും ബിയുടെയും റെഡ്യൂസ്ഡ് ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് A എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് B എന്ന് പറയുന്ന പോയിൻ്റ്. ഇത് തമ്മിലുള്ള റെഡ്യൂസ്ഡ് ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ H ആണ്. ഓക്കെ, അപ്പോൾ അവിടെ H ഇസ് ദ ഡിഫറൻസ് ഇൻ റെഡ്യൂസ്ഡ് ലെവൽസ് ഓഫ് A ആൻഡ് B. അത് നമുക്ക് D എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നോക്കാം. ഇപ്പോൾ D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്തായിരിക്കും? പൈതഗോറസ് തിയറം വെച്ചിട്ട് റൂട്ട് ഓഫ് ഇത് L ആണെങ്കിൽ റൂട്ട് ഓഫ് L സ്ക്വയർ മൈനസ് H സ്ക്വയർ ആയിരിക്കും നമുക്ക് ഈ D എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കിട്ടുക. അവിടുത്തെ സ്ലോപ്പ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഈ L ഉണ്ടല്ലോ, ആ സ്ലാൻഡ് ഹൈറ്റ് L മൈനസ് D ചെയ്താൽ നമുക്ക് അവിടുത്തെ സ്ലോപ്പ് കറക്ഷൻ കിട്ടും. അതെന്ന് പറഞ്ഞാൽ H സ്ക്വയർ ബൈ 2L ആണ്, which is approximately is equal to L into 1 minus cos theta എന്ന് പറയും. അപ്പം സ്ലോപ്പ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ H സ്ക്വയർ ബൈ 2L ആണ് ആക്ച്വലായിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് കറക്ഷൻ നോക്കാം. കറക്ഷൻ ഫോർ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് സ്ലോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ആ വെർട്ടിക്കൽ അലൈൻമെൻറ്റിനെയാണ് സൂചിപ്പിക്കുക സ്ലോപ്പ് കറക്ഷൻ. അതേസമയം ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിനും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ റേഞ്ചിങ് ചെയ്യുന്ന സമയത്ത് പക്ഷെ മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ, റേഞ്ചിങ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെയും എറർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കറക്ഷൻ എന്ന് പറഞ്ഞാൽ D സ്ക്വയർ ബൈ 2L ആണ്. ഇൻ കേസ് ഓഫ് റേഞ്ചിങ് stretching the tape out of line results in greater distance value. The correction is therefore CH. റേഞ്ചിങ്ങിൻ്റെ കറക്ഷൻ D സ്ക്വയർ ബൈ 2L ആണ്. അതേസമയം ഡീഫോർമേഷൻ ഓഫ് ടേപ്പ് ഇൻ ഹൊറിസോണ്ടൽ, ഇപ്പോൾ ഇങ്ങനെയാണ് ഡീഫോം ചെയ്ത് പോയേക്കണത് എന്നുണ്ടെങ്കിൽ ഇത് L1 ഇത് L2 ആണെന്നുണ്ടെങ്കിൽ C കറക്ഷൻ എന്ന് പറഞ്ഞാൽ D സ്ക്വയർ ബൈ 2L1 പ്ലസ് D സ്ക്വയർ ബൈ 2L2. ഓക്കെ, ഇവിടെ L1 ആണ്, L1 പ്ലസ് D സ്ക്വയർ ബൈ 2L2. ഇതാണ് ഡീഫോർമേഷൻ ഓഫ് ടേപ്പ്. ഇതും ഒരു ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിൻ്റെ എററിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ റേഞ്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ഉള്ളതാണ് ഡീഫോർമേഷൻ ഓഫ് ടേപ്പ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് പുള്ള് ചെയ്തില്ല ടേപ്പ് എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നതാണ്. നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കറക്ഷൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് അബ്സല്യൂട്ട് ലെങ്ത്തിൻ്റെ കറക്ഷനാണ്. അത് L' ബൈ L ഇൻറ്റു മെഷേർഡ് ഡിസ്റ്റൻസ് ആണ്. ഇക്വേഷൻ L' ബൈ L അതാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. നൊട്ടേഷൻസ് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇൻറ്റു L' ബൈ L ഇൻറ്റു മെഷേർഡ് ഡിസ്റ്റൻസ് ആണ് വരിക. ഓക്കെ, അത് പോസിറ്റീവും നെഗറ്റീവും ആവാം കേട്ടോ. പിന്നെ വരുന്നതാണ് ടെമ്പറേച്ചറിൻ്റെ കറക്ഷൻ. ആൽഫ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഇൻറ്റു ടെമ്പറേച്ചർ അറ്റ് ദ ടൈം ഓഫ് മെഷർമെൻറ്റ് മൈനസ് T0 ടെമ്പറേച്ചർ അറ്റ് ദ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഇൻറ്റു L. ഓക്കെ, L എന്ന് പറയുമ്പോൾ ചെയിൻ്റെ അല്ലെങ്കിൽ ടേപ്പിൻ്റെ ലെങ്ത്ത്. അതും പോസിറ്റീവും നെഗറ്റീവും ആവാം. നെക്സ്റ്റ് പുള്ളിൻ്റെ കറക്ഷൻ P മൈനസ് P0 ബൈ AE ഇൻറ്റു L. അതും പോസിറ്റീവും നെഗറ്റീവും ആവാം. പിന്നെ നോട്ട് ചെയ്യേണ്ടത് സാഗ് കറക്ഷൻ, സ്ലോപ്പ് കറക്ഷൻ, അലൈൻമെൻറ്റ് കറക്ഷൻ, ഇത് മൂന്നും എപ്പോഴും നെഗറ്റീവായിരിക്കും കറക്ഷൻ. ഇനി 1/24 ഇൻറ്റു W ബൈ P ദ ഹോൾ സ്ക്വയർ ഇൻറ്റു L ആണ് സാഗിൻ്റേത്. 1 മൈനസ് കോസ് തീറ്റ ബൈ L
ആണ് സ്ലോപ്പിൻ്റെ. ഞാൻ പറഞ്ഞത് h²/2l വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു 1 - cos θ ഇൻറ്റു l. ഓക്കെ. പിന്നെ അലൈൻമെൻറ്റിൻ്റെ കറക്ഷൻ അത് h²/2l ആണ്. റേഞ്ചിങ്ങിൻ്റെ കേസ് നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഇത്രയും കറക്ഷൻസ് ആണുള്ളത്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. ദ ലെങ്ത് ഓഫ് എ ലൈൻ മെഷേർഡ് വിത്ത് 20 മീറ്റർ ചെയിൻ വാസ് ഫൗണ്ട് ടു ബി 500 മീറ്റർ. 20 മീറ്ററുള്ള ഒരു ചെയിൻ വെച്ച് നമ്മളൊരു ലെങ്ത്ത് മെഷർ ചെയ്തപ്പോൾ 500 മീറ്ററാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ it was subsequently found that the chain was 0.04 meter too long. പക്ഷേ മെഷർമെൻറ്റ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചെയിൻ 20 മീറ്ററിൻ്റെ അല്ലായിരുന്നു, 0.04 മീറ്റർ ചെയിൻ കൂടുതലായിരുന്നു അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ആക്ച്വൽ ലെങ്ത് ഓഫ് ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ എന്തായിരുന്നു? 20 + 0.04, ടു ലോങ് ആണ് അല്ലേ. അപ്പോൾ +0.04 വിച്ച് ഇസ് 20.04 മീറ്റർ ആയിരുന്നു ആ ചെയിനിൻ്റെ ഇൻകറക്റ്റ് ലെങ്ത്ത്. ആ ഇൻകറക്റ്റ് ലെങ്ത്തിലുള്ള ചെയിൻ വെച്ച് നമുക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയതാണ് 500 മീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ലെങ്ത് മെഷർ ചെയ്യേണ്ടിയിരുന്ന ട്രൂ ലെങ്ത് എത്രയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രൂ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ l'/l ഇൻറ്റു മെഷേർഡ് ലെങ്ത്ത്. l' എന്ന് പറഞ്ഞാൽ ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ ആണ്, l എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ഓഫ് ചെയിൻ ആണ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ എന്താണ്? 20.4 ബൈ ട്രൂ ലെങ്ത് എത്രയാണ് വരുന്നത്? ബൈ 20 ഇൻറ്റു നമ്മൾ മെഷർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 500. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന 501 മീറ്ററാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ നിന്നൂടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചെയിനിങ്ങിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ചെയിനിങ്ങിൻ്റെ മാത്രമല്ല ബാക്കി കറക്ഷൻ, ടെമ്പറേച്ചർ കറക്ഷൻ്റെയും ചാക്ക് കറക്ഷൻ്റെയൊക്കെ പുള്ളിൻ്റെ കറക്ഷൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.